തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ കുറച്ച് ഓസ്ട്രേലിയക്കാരെയൊക്കെ കണ്ടു, അവരുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു, അവർ കേരളത്തെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ ഈ ന്യൂ ഇയർ നമുക്ക് ന്യൂ ഇയറിൻ്റെ ആഘോഷം മാത്രമാണ്. പക്ഷേ ഈ മനുഷ്യർ നിങ്ങൾക്ക് ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ഇരട്ടി ആഘോഷമില്ല, അതെന്തുകൊണ്ടാ? ആഘോഷിക്കാൻ പാടില്ലത്താണ്. നമ്മുടെ ഉമ്മ മരിച്ചേക്കണേ, ആഘോഷിക്കാൻ പാടില്ല. നമുക്ക് പിന്നെ ടെൻഷൻ മാറാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ന്യൂ ഇയർ എന്താ നിങ്ങളുടെ ആഘോഷം? എന്താ നിങ്ങളുടെ ന്യൂ ഇയറിൽ എന്താ നിങ്ങളുടെ ആഘോഷം? അങ്ങനെയൊന്നുമില്ല. ബർത്ത്ഡേ അല്ലേ? നമ്മള് എല്ലാവർക്കും ആഘോഷിക്കുമ്പോൾ നമ്മൾ ആഘോഷിക്കും, അതിനപ്പുറം പോകുന്നില്ല. എല്ലാവരും ആഘോഷം നമ്മളെ അല്ലാണ്ട് നമ്മൾ ന്യൂറിച്ചില് കഴിഞ്ഞ വർഷം കിട്ടിയ പോലെ ഇത് കിട്ടിയിട്ടില്ല. അത്ര സന്തോഷം. നടത്താത്ത ഡാൻസ് തകർക്കുന്നുണ്ട് ഇവിടെ, ഡാൻസിൽ തകർക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇതുപോലെ ആവാൻ പറ്റില്ലല്ലോ. ഈ മനുഷ്യന് ഇരട്ടി സന്തോഷമാണ് കേട്ടോ. ന്യൂ ഇയർ മാത്രമല്ല, ഈ മനുഷ്യന്റെ ബർത്ത്ഡേ കൂടെ ആണ് അല്ലേ? അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. സുഹൃത്തുക്കളെ, എങ്ങനെയുണ്ട് ന്യൂ ഇയർ? ഹാപ്പി ന്യൂ ഇയർ. എവിടുന്നൊക്കെയാ? കൊല്ലക്കാർ. എവിടെ? ശാസ്താംകോട്ട, കരുനാഗപ്പള്ളി, എല്ലാം കൊല്ലക്കാരെവിടെ? നിങ്ങളും കൊല്ലക്കാരാണ് അല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു വൈബ്? എങ്ങനെയുണ്ട്? നിങ്ങൾ ഡാൻസ് ഒന്നും കളിക്കില്ല, വെറുതെ നിൽക്കുകയാണ്. കുഴഞ്ഞ് അവിടെ നിന്ന് കഴിച്ച് ഇവിടെ വന്ന് കളിച്ചിട്ട് മാറിയിരിക്കുക. ഇനി എപ്പോഴാണ് കഴിക്കാൻ പോന്നെ? ഇനി കുറച്ച് മണിക്കൂർ കൂടെ ഉള്ളൂ. ഒരു 1.5 മണിക്കൂറില്ലയോ? 1.25 മണിക്കൂറില്ലേ? നല്ല അടിപ്പിട്ടാ പൊളിക്കും. ഇടയ്ക്കൂടെ മൂഡ് ഓഫ് ചെയ്താ ഇവിടെ കുറച്ച് പേരിങ്ങനെ നിൽക്കുകയാണ്. അല്ല, ഒരുപാട് ആൾക്കാരോട് നിൽക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാരോട് ഇരിക്കുക. നിങ്ങളൊക്കെ എന്താ ഇരിക്കുന്നത് ന്യൂ ഇയർ ആയിട്ട്? എന്തുകൊണ്ടാ ഇരിക്കുന്നേ? പപ്പാനിനെ കത്തിരിക്കണാണ്, അതിനുവേണ്ടി മാത്രം വന്നാണോ? അതെ അതെ. എല്ലാം നാടകക്കാരന്മാരാണല്ലോ. അതെ, ആൾക്കാർക്ക് അങ്ങനെ ആവേശം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സംഗീതപരയുടെ വൈബ് പോരാന്നുള്ളതാണ് പറയുന്നത്. കാര്യം കുറച്ചും കൂടെ സൗണ്ട് സിസ്റ്റം കുറച്ചും കൂടെ കൊള്ളായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഡാൻസ് പറയുന്ന ഉണ്ടാവുമായിരുന്നുള്ള കാര്യം ഉറപ്പാണല്ലേ? ഇല്ലേ? എന്താ ഒരു സൗണ്ട് സിസ്റ്റം കുറച്ചും കൂടെ വേണമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഈ സാധാരണഗതിയിൽ ഞാൻ കഴിഞ്ഞ വർഷം ന്യൂ ഇയറിന് ഇവിടെ വന്നതാണ്. ഈ സമയത്ത് വലിയൊരു ജനക്കൂട്ടായിരുന്നു ഇവിടെ, വലിയ രീതിയിൽ ആഘോഷവും ഇതൊക്കെയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം സൗണ്ട് സിസ്റ്റത്തിൻ്റെ പോരായ്മ കൊണ്ടാണ് എന്താണോ ആളുകൾ വലിയ രീതിയിൽ ഒരു വൈബ് ഉണ്ടാകുന്നില്ല, ഒരു ആഘോഷമില്ല. പക്ഷേ എങ്കിൽ പോലും ഇവിടെ എത്തിയിരിക്കുന്ന ജനങ്ങളെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ്. അതായത് മലപ്പുറമുണ്ട്, കാസർഗോഡുണ്ട്, വയനാടുണ്ട്, കണ്ണൂരുണ്ട്, കൊല്ലമുണ്ട്, അങ്ങനെ 14 ജില്ലകളിൽ നിന്നുള്ള ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അത് മാത്രമല്ല, പുതുവത്സരാഘോഷം കേരളത്തിലുണ്ടോ? വേറെങ്ങുമില്ല. അത് മാത്രമല്ല, കുറച്ച് മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയ വിദേശികളെ, ഓസ്ട്രേലിയക്കാരെ പാട്ട് പാടുന്നു. എവിടാ? തൊട്ടിപ്പുറത്ത്. എന്തായാലും പരിപാടി മോശമായതുകൊണ്ടായിരിക്കും അങ്ങോട്ടൊന്ന് പോവാം.
മലപ്പുറം രായവരി എല്ലാവരും പറഞ്ഞ കഥ അവൻ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ അവൻ കൊഞ്ചി പറഞ്ഞ കഥ അവൻ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ഒരു പഞ്ചവർണ്ണ കിളി പറഞ്ഞേ അവൻ കൊഞ്ചി പറഞ്ഞ കഥ അവൻ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ദർശന സാഫല്യമ സർവലോകത്തു നന്മയേകും കാരുണ്യമ ഗബ്രിയേലിന്റെ മാറിലൊരാരോമ തുണി കണ്ടല്ലോ പൊളിച്ചു കേട്ടോ മംഗള അൽബോ പന്ത്രണ്ടാനയും കുതിരയും മൈനാമള്ളി എന്നിന് പോരെ അതോടെ അരക്കല കരകല നന്നായി വെള്ളം കാറ്റി കുടിച്ചവളെ ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനത്തുള്ള വികാരി പെണ്ണിനെ കണ്ടേ ചെമ്മല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിനെ തൊട്ട് നെയ്യല്ല വെള്ളക്കിട നീരാടേ പെണ്ണിന്റെ പഞ്ചാര പുള്ളിയിൽ കട്ടിക്കാരക്കിനെ കച്ചവടം അന്നത്തെ ചന്ദന കച്ചവടം പെണ്ണിന്റെ വിത്തന മീനായേ അന്നത്തെ ചന്ദന കച്ചവടം പെണ്ണിന്റെ കൊട്ടേര മീനായേ കൊടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള വികാരി പെണ്ണിനെ കണ്ടേ ചെമ്മല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയിൽ നെയ്യല്ല വെള്ളക്കിട നീരാടേ എന്തായാലും ഇവരിവിടെ ഇങ്ങനെ ഈ പരിപാടി അവതരിപ്പിക്കണ വേറൊന്നുമല്ല, ആ പരിപാടികളെ മാറ്റി കുറവായ കൊണ്ട് തന്നെയാണ്. എങ്ങനെയുണ്ട് ഇപ്പൊ നിലവിൽ നടക്കുന്ന പരിപാടി? എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. ഇവിടെ നടന്ന പരിപാടി നല്ലതായിരുന്നു. ഇവിടെ വളരെ നന്നായിട്ടുണ്ട്. അത് ഭയങ്കര മോശമാണ്. കഴിഞ്ഞതിനെ അപേക്ഷിച്ച് ഭയങ്കര മോശമാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അത് വളരെ ഗംഭീരമാണ്. പ്രതീക്ഷയാണ് ഈ പ്രാവശ്യം വന്നത്. എവിടെ നിന്നാണ്? ഞാൻ എറണാകുളത്ത് തന്നെ വന്നത്. പക്ഷെ വേണ്ട വൈബ് കിട്ടിയില്ല. കിട്ടിയില്ല. എന്തായാലും അവർക്ക് കൃത്യമായ ഒരു വൈബ് കിട്ടാത്തതുകൊണ്ടാണ് ഇവരിവിടെ സ്വതന്ത്രമായിട്ട് പരിപാടി അവതരിപ്പിക്കുന്നത്. എന്തായാലും കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം കാർണിവല് വലിയൊരു ആഘോഷമാണ്. ആ ആഘോഷത്തിന്റെ പൊലിമ അവരൊട്ടും കുറയ്ക്കുന്നില്ല. അവർ സ്വന്തമായിട്ട് പാട്ട് പാടിക്കൊണ്ട് ആഘോഷിക്കുകയാണ്. ഇനി ഏകദേശം 1 മണിക്കൂറുകൾ കൂടി മാത്രമേ ഉള്ളൂ ഈ പപ്പാഞ്ഞിയെ പത്യം വരാൻ.